നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലപ്പുഴയിൽ അയൽവാസികൾ തമ്മിൽ വഴക്ക് അതൊരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നു. അതീവ ദുഃഖകരവും അതുപോലെ തന്നെ പൈശാചികവുമായുള്ള ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. ആലപ്പുഴയെ നടുക്കിയ അയൽവാസികളുടെ കൊടും ക്രൂരത. അയൽവാസിയുമായുള്ള തർക്കത്തിനൊടുവിൽ വീട്ടമ്മയെ ചുറ്റിക കൊണ്ട് തലയ്ക്ക് അടിച്ചു കൊല്ലുകയായിരുന്നു. ആലപ്പുഴ അരൂക്കുറ്റി സ്വദേശി വനജയാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. വനജയെ കൊലപ്പെടുത്തിയ അയൽവാസികളായ വിജീഷും സഹോദരൻ ജയേഷും ഒളിവിലാണ്. ഇന്നലെ രാത്രി 10:30യോടെയാണ് ഈ കൊലപാതകം നടന്നത്. മുൻപും ഇരുവരും തമ്മിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സംഘർഷം വഴക്ക് ഈ അയൽവാസികൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഒളിവിലുള്ള പ്രതികളെ കണ്ടെത്തുക എന്ന ദൗത്യമാണ് പോലീസിന് മുന്നിൽ ഇപ്പോൾ ഉള്ളത്. അന്വേഷണം ഊർജിതമാണെന്നും പോലീസ് അധികൃതർ പറഞ്ഞു. എത്രയും വേഗം തന്നെ പ്രതികളെ കൊടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് പോലീസ് ആയിരിക്കുന്നതെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും സംഭവിച്ചത് അതിദാരുണമായ സംഭവം തന്നെയാണ്. ഉറ്റവർക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഒക്കെ വലിയൊരു നടുക്കമാണ് ഈ ഒരു കൊലപാതകം സൃഷ്ടിച്ചിരിക്കുന്നത്. നേരത്തെയും ഇരുവർക്കും ഇടയിൽ തർക്കമുണ്ടായിരുന്നു. എന്ത് കാര്യത്തിലായിരുന്നു തർക്കം എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അതിക്രൂരമായ കൊലപാതകമാണ് ആലപ്പുഴയിൽ നടന്നിരിക്കുന്നത്. അതേസമയം ഈ അയൽവാസികൾ തമ്മിൽ തർക്കമുണ്ടാകുന്നു, അത് കൊലപാതകത്തിലേക്കും മറ്റ് കലഹങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്കും നയിക്കപ്പെടുന്നു. ഈ സംഭവം ആദ്യമായിട്ടല്ല. എത്രയോ അയൽവാസികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന വാർത്തകൾ നേരത്തെയും ഒരുപാടുണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ കുറച്ച് വാർത്തകൾ കൂടി നമ്മൾ നോക്കാൻ പോവുകയാണ്. സുഹൃത്തായ യുവാവിനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ കേസിൽ അയൽവാസി അറസ്റ്റിലായിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ നാഗ്പൂർ നഗരത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഹട്കേശ്വറിലെ നീലകാന്ത് നഗറിൽ താമസിക്കുന്ന മിഥിലേഷ് എന്ന മന്ദൻ രാജേന്ദ്ര ചക്കോലിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അയൽവാസിയും സുഹൃത്തുമായ വേദാന്ത് എന്ന വിജയ് കാളിദാസ് ഗണ്ടേറ്റയെയാണ് ഇയാൾ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയത്. വേദാന്തിന്റെ കുടുംബം ഉയർന്ന സാമ്പത്തിക നിലയിലുള്ളവരായിരുന്നു. എന്നാൽ ഇവർ പ്രതിയുടെ വീടിന് സമീപത്തായി ഒരു ഇരുനില വീട് പണിതു. എന്നാൽ പ്രതി ഒരു ചെറിയ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇതിൽ അസൂയ തോന്നിയ മിഥിലേഷ് സുഹൃത്തിനെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏപ്രിൽ 8-ന് മിഥിലേഷ് വേദാന്തിനെ അടുത്തുള്ള ഒരു പാൻ കടയിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് ഇരുവരും ശീതളപാനീയങ്ങൾ കുടിച്ചു. പ്രതി വേദാന്തിന്റെ പാനീയത്തിൽ പാറ്റയെ അകറ്റുന്ന ഒരു ജെല്ല് ചേർത്തു. വീട്ടിലേക്ക് മടങ്ങിയ വേദാന്തിന് തലക്കറക്കമുണ്ടായി. ആരോഗ്യനില പെട്ടെന്ന് വഷളായി. ഇതോടെ യുവാവിനെ സക്കർദാരയിലെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ ചികിത്സയിലിരിക്കെ അന്ത്യം സംഭവിക്കുകയായിരുന്നു. വേദാന്തത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം വിഷമുള്ളിൽ ചെന്നതാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇത്തരത്തിൽ അന്വേഷണം നടത്തിയ പോലീസ് പ്രതിയിലേക്ക് എത്തുകയായിരുന്നു. അയൽവാസിയോടുള്ള അസൂയ കാരണമാണ് ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്തത്. മലപ്പുറത്ത് സംഭവിച്ചത് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സംഭവിച്ച ഒരു സംഭവം നോക്കാം. അയൽവാസികൾ തമ്മിലുള്ള വാക്ക് തർക്കം അത് ഒരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടു. പെരിന്തൽമണ്ണയ്ക്കടുത്ത് ആലിപ്പറമ്പിലാണ് വാക്ക് തർക്കത്തിനിടെ 57-കാരനെ ബന്ധുവായ അയൽവാസി കുത്തിക്കൊലപ്പെടുത്തിയത്. ആലിപ്പറമ്പ് പുത്തൻ വീട്ടിൽ സുരേഷ് ബാബുവാണ് മരിച്ചത്. 57 വയസ്സായിരുന്നു. സംഭവത്തിൽ ബന്ധുവും അയൽവാസിയുമായ സത്യനാരായണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സത്യനാരായണനും സുരേഷ് ബാബുവും തമ്മിൽ മുൻവൈരാഗ്യമുണ്ടായിരുന്നു. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഞായറാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു കൊലപാതകം നടന്നത്. മുമ്പ് ഇവർ തമ്മിൽ തർക്കങ്ങളുണ്ടായി. ഇരുവരും മദ്യപിച്ചു, പരസ്പരം കലഹിച്ചു. ഞായറാഴ്ച രാത്രി 10-നും 11-നും ഇടയിലായി കൊല്ലപ്പെട്ട സുരേഷ് ബാബുവിന്റെ വീട്ടിലേക്കുള്ള ഇലക്ട്രിക്കൽ ലൈനിന്റെ ഫ്യൂസ് പ്രതി സത്യനാരായണൻ എടുത്തുമാറ്റി. തുടർന്ന് KSEBിയിൽ നിന്നാണെന്ന് പറഞ്ഞു. സുരേഷ് ബാബുവിന്റെ മകൻ ഫോണിലൂടെ ഫ്യൂസ് ഊരാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത് എന്ന് ചോദ്യം ചോദിച്ചു. താൻ ഫീസ് ഇടാമെന്ന് പറഞ്ഞ് സത്യനാരായണൻ സുരേഷ് ബാബുവുമായി ഫോണിലൂടെ തർക്കമുണ്ടായി. ഇതിനിടെയാണ് ഫ്യൂസ് ഇടാനായി സത്യനാരായണൻ കത്തിയുമായി എത്തിയത്. ഇതോടെ സുരേഷ് ബാബുവും സത്യനാരായണൻ തമ്മിൽ അടിപിടി, സംഘർഷം, വഴക്ക് ഒക്കെ ഉണ്ടായി. കയ്യാങ്കളിയായി. ഇതിനിടയിൽ സത്യനാരായണൻ താഴെ വീഴുന്നു. അരയിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് സുരേഷ് ബാബുവിനെ നേർക്ക് കുത്തി. 8ഓളം കുത്തുകളായിരുന്നു ഏറ്റത്. ഈ നെഞ്ചിലേറ്റ കുത്താണ് മരണത്തിലേക്ക് നയിച്ചത്. ഈ കൊലപാതകത്തിന് ശേഷം സത്യനാരായണൻ വീട്ടിലെത്തി വസ്ത്രം മാറാൻ ശ്രമിച്ചു. അതിനിടയിലാണ് പോലീസ് ഇയാളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 2023 മദ്യപിച്ച് സത്യനാരായണൻ സുരേഷ് ബാബുവിന്റെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ ഏറെ നാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു. പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് അടക്കം നടത്തിയിരുന്നു. റിമാൻഡും ചെയ്തു. അയൽവാസികൾ തമ്മിലുള്ള തർക്കമാണ്. അതും വർഷങ്ങളോളം നിന്ന തർക്കം, സംഘർഷം, ഒടുവിൽ അതൊരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുന്ന സംഭവം. മറ്റൊരു സംഭവം നോക്കാം. കാസർഗോഡ് നടന്നത്. കാസർഗോഡ് കടമുറിക്കകത്തിട്ട് യുവാവ് തീ കൊളുത്തിയ യുവതി മരിച്ചു. മണ്ണടുക്കത്ത് സ്റ്റേഷനറി കട നടത്തുന്ന രമിതയാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. കടമുറി ഒഴിയാൻ ആവശ്യപ്പെട്ടതിന്റെ പ്രതികാരമായി യുവാവ് യുവതിയെ കടമുറിക്കകത്തിട്ട് ദേഹത്ത് മരപ്പണിക്ക് ഉപയോഗിക്കുന്ന തിന്നർ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. മുന്നാട് മണ്ണടുക്കത്ത് കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് ആയിരുന്നു ഈ സംഭവം അരങ്ങേറിയത്. തമിഴ്നാട് ചിന്നപട്ടണം സ്വദേശി രാമാമൃതം തിന്നർ ഒഴിച്ച് തീ കൊളുത്തിയതിനെ തുടർന്ന്
പെൺകുട്ടി മരിക്കുകയായിരുന്നു. അത്യാസന്ന നിലയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. മംഗലാപുരത്തെ ആശുപത്രിയിൽ വെച്ചായിരുന്നു രമിത മരിച്ചത്. റിമാൻഡിലാണ് പ്രതിയെ രാമാമൃതത്തിനെതിരെ കൊലക്കുറ്റം ചുമത്തും. രമിതയുടെ കടയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ഫർണിച്ചർ കട നടത്തിപ്പുകാരനായിരുന്നു രാമാമൃതം. പതിവായി ഇയാൾ മദ്യപിച്ച് കടയിൽ വരും, എന്നിട്ട് പ്രശ്നമുണ്ടാക്കും, രമിതയുമായി വഴക്കുണ്ടാക്കും. രമിത ഇത് കടയുടമയോട് പരാതിപ്പെട്ടു. ഇതേ തുടർന്ന് രാമാമൃതത്തോട് കടയുടമ കെട്ടിടമൊഴിയാൻ പറഞ്ഞു. ഇതിലെ ഈ വിരോധമാണ് രമിതയെ ഇത്തരത്തിൽ കൊലപ്പെടുത്തുന്നതിലേക്ക് നയിച്ചത്. 50% രമിതയുടെ ദേഹത്ത് പൊള്ളലേറ്റത്. ഉടൻ തന്നെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. സ്ഥിതി വളരെ ഗുരുതരമായിരുന്നു. മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. രാമാമൃതത്തെ പോലീസ് ഈ ഒരു സംഭവം നടന്ന സമയത്ത് തന്നെ കസ്റ്റഡിയിലെടുത്തതാണ്. സാധനങ്ങൾ എടുത്തു കൊണ്ടുപോകാൻ മാത്രം ചില ദിവസങ്ങളിൽ കടയിലെത്തിയ രാമാമൃതം വൈകിട്ട് ചെറിയൊരു പന്തവും തീപ്പെട്ടിയും കയ്യിൽ കരുതിയാണ് വന്നത്. നേരെ യുവതിയുടെ കടയിലെത്തി ദേഹത്ത് ടിന്നർ ഒഴിച്ച ശേഷം തീ കൊളുത്തി. ഉടൻ തന്നെ ഇയാൾ ബസ് സ്റ്റോപ്പിലെത്തി ബസ്സിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ നാട്ടുകാർ ഇയാളെ തടഞ്ഞു വെച്ചു. തുടർന്ന് യാത്രക്കാരും ബസ് ജീവനക്കാരും ചേർന്ന് പ്രതിയെ പിടികൂടി ബേഡകം പോലീസിൽ ഏൽപ്പിച്ചു. ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതശരീരം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഈ മാസം 8-നാണ് സംഭവമുണ്ടായത്. മദ്യപിച്ചെത്തിയ പ്രതി ഫർണിച്ചർ ജോലിക്ക് ഉപയോഗിക്കുന്ന ടിന്നർ രമിതയുടെ ദേഹത്തൊഴിച്ച് കയ്യിൽ കരുതിയ പന്തത്തിന് തീ കൊളുത്തി എറിയുകയായിരുന്നു. കെട്ടിടത്തിന് തീ പിടിച്ചതാണെന്ന് കരുതി ഓടിയെത്തിയ സമീപവാസികളും മറ്റ് സ്വകാര്യ ബസ് ജീവനക്കാരുമാണ് രക്ഷാപ്രവർത്തനം അടക്കം നടത്തിയത്. ഇതിനിടെയാണ് കടയ്ക്ക് മുന്നിൽ നിർത്തിയിട്ട ബസ്സിൽ കയറി രക്ഷപ്പെടാൻ രാമാമൃതം ശ്രമിച്ചതും നാട്ടുകാർ കണ്ടതും. യുവതിക്കൊപ്പമുണ്ടായിരുന്ന 8 വയസ്സുള്ള മകനും മകന്റെ സഹപാഠിയും തലനാരിഴയ്ക്കാണ് ഈ ഒരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. മദ്യപിച്ചെത്തി ശല്യം ചെയ്യുന്നെന്ന രമിതയുടെ പരാതിയാണ് ഇത്തരത്തിലൊരു ക്രൂര കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടത്. പോലീസ് ഇടപെട്ട് ഫർണിച്ചർ കട അടപ്പിച്ചു. ഇതിന്റെ വൈരാഗ്യവും ആക്രമണത്തിന് കാരണമായിരുന്നു. നേരത്തെ ഇയാൾ രമിതയ്ക്കെതിരെ വധഭീഷണി മുഴക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പരാതികളൊക്കെ പുറത്തു വരുന്നത്. സാധനം വാങ്ങാനെത്തിയ അയൽവാസി സജിത പുരുഷോത്തമൻ കടയിൽ ഉണ്ടായിരുന്നപ്പോഴായിരുന്നു ആക്രമണം. പന്തം കത്തിച്ച് പാത്രത്തിൽ തിന്നറുമായി എത്തിയ രാമാമൃതം യുവതിയുടെ മേലേക്ക് തിന്നർ ഒഴിക്കുകയായിരുന്നു. തീ ആളിപ്പടരുന്നതിനിടെ രക്ഷപ്പെടാൻ രമിത വരാന്തയിലേക്ക് ചാടി. ഈ സമയം പൊയ്നാച്ചി ഭാഗത്ത് നിന്നെത്തിയ ശ്രീകൃഷ്ണ ബസ് സംഭവം കണ്ട് നിർത്തി. അപ്പോഴേക്ക് രമിത തളർന്നു വീണിരുന്നു. യാത്രക്കാർ ലഭ്യമായ തുണിയും മറ്റും പൊതിഞ്ഞ് തീ അണച്ചു. അതിനിടെ പ്രതി രക്ഷപ്പെടാൻ ബസ്സിൽ കയറിയതായിരുന്നു. സജിത പുരുഷോത്തമൻ കാര്യം ബസ്സിലുള്ളവരോട് പറഞ്ഞു. അപ്പോഴാണ് ബസ്സിലുള്ളയാളാണ് തീ വെച്ചതെന്ന് മനസ്സിലായത്. ബസ് ജീവനക്കാരും യാത്രക്കാരും ഇങ്ങനെയാണ് അയാളെ പിടികൂടിയത്. ഉടൻ ബസ്സിനെ 1/2 കിലോമീറ്റർ അകലെയുള്ള ബേഡകം പോലീസ് സ്റ്റേഷനിലെത്തിച്ച് പ്രതിയെ പോലീസിന് കൈമാറുകയായിരുന്നു. എന്തായാലും ഇത്തരത്തിൽ അയൽവാസികൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കട ഇവിടെയെങ്കിൽ അതിൻ്റെ അടുത്ത കട അല്ലെങ്കിൽ ഇത്തരത്തിൽ അയൽവാസികളായിരിക്കുന്നു തമ്മിലുള്ള തർക്കം, അത് വലിയൊരു വഴക്ക്, അത് പിന്നെ ഒരു കൊലപാതകം, അങ്ങനെ എത്തുന്ന എത്രയോ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഇടയ്ക്കാണ് തിരുവനന്തപുരത്ത് ഒരു വൃദ്ധനെ അയൽവാസി കുത്തിക്കൊലപ്പെടുത്തി. അതും ഈ അതിര് തർക്കവുമായി ബന്ധപ്പെട്ടുള്ള അയൽവാസികൾ തമ്മിലുള്ള തർക്കങ്ങളും അത് ഒരു കയ്യാങ്കളി, പിന്നെ അതൊരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുന്ന എത്രയോ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്നത് വളരെയധികം ആശങ്ക സൃഷ്ടിക്കുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും അയൽവാസികൾ ഒന്നിച്ച് അല്ലെങ്കിൽ സന്തോഷത്തോടെ അല്ലെങ്കിൽ സമാധാനത്തോടെ കഴിയേണ്ട അയൽവാസികൾ ശത്രുക്കളും കൊലപാതകികളും ആക്കുന്ന ഒരുപാട് സംഭവ വികാസങ്ങൾ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നതാണ് ഏറ്റവും ഭയാനകമായ കാര്യം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉണ്ടായിരിക്കുന്നത് ആലപ്പുഴയിലെ കൊടും ക്രൂരത. അയൽവാസിയുമായുള്ള തർക്കത്തിനിടെ വീട്ടമ്മയെ ചുറ്റിക കൊണ്ടാണ് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും പ്രതികളെ പിടികൂടേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണ് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.